ഓഹരി തട്ടിപ്പിൽ 4 മലയാളികൾ പിടിയിൽ. കംബോഡിയയിലെ കോൾ സെന്റർ മുഖേന നടന്ന തട്ടിപ്പിലാണ് അറസ്റ്റ്. തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് 2 കോടി രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാനെന്ന വ്യാജേനയാണ് പണം തട്ടിയത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ശേഷമായിരുന്നു പണം തട്ടിപ്പ് നടത്തിയത്. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, ഏത് തരത്തിലായിരുന്നു ഇവർ ഈ നിക്ഷേപകനെ കബളിപ്പിച്ചത്? അഭിലാഷ്, ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ശേഷമായിരുന്നു ഓഹരി തട്ടിപ്പ്. കംബോഡിയയിലെ കോൾ സെന്റർ മുഖേനയായിരുന്നു ഈ ഓൺലൈൻ വഴിയുള്ള തട്ടിപ്പ് നടത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ 4 മലയാളികൾ പിടിയിലായിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ പ്രത്യേക സംഘമാണ് ഇവരെ പിടികൂടിയത്. കോഴിക്കോട് നല്ലളം സ്വദേശി സാദിഖ്, തൊടുപുഴ സ്വദേശി ഷെഫീഖ്, കോഴിക്കോട് സ്വദേശി മറ്റൊരു സാദിഖാണ്. 2 പ്രതികൾ ഉണ്ട്. കോഴിക്കോട് സ്വദേശി, തൃശൂർ പൂക്കോട് സ്വദേശി നന്ദു കൃഷ്ണ, ഇങ്ങനെ 4 പേരാണ് പിടിയിലായിട്ടുള്ളത്. ഇവർ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെടുകയും തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് 2 കോടി രൂപ തട്ടിയെടുക്കുകയുമായിരുന്നു. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇവരുടെ ഇടപാടിലൂടെ ഇയാളെ തട്ടിപ്പിന് ഇരയാക്കിയത്. അങ്ങനെ വിശ്വസിപ്പിക്കുകയായിരുന്നു. പലതരത്തിലുള്ള ആപ്പുകൾ ഉപയോഗിക്കുകയും ഈ ഓഹരി നിക്ഷേപത്തെക്കുറിച്ചുള്ള വിശ്വാസ്യത ഈ തട്ടിപ്പിനിരയായ ആളിൽ അങ്ങനെ ജനിപ്പിക്കുകയും അയാളിൽ നിന്ന് 2 കോടി രൂപയാണ് ഈ സംഘം തട്ടിയെടുത്തത്. മാത്രമല്ല, ചില അക്കൗണ്ടുകൾ അത് വാടകയ്ക്കെടുത്താണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തിയിരുന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് സാധാരണ നിലയിൽ അക്കൗണ്ട് എടുത്തിട്ടുള്ള ആളുകൾ ഇവരുടെ ആധാർ വിവരങ്ങളും ബാങ്ക് ഡീറ്റെയിലും എല്ലാം തന്നെയും ബന്ധിപ്പിച്ചിട്ടുള്ള ടെലിഫോൺ നമ്പർ ഇതുൾപ്പെടെ വാടകയ്ക്കെടുക്കുകയായിരുന്നു. പിന്നീട് ഈ വാടകയ്ക്കെടുത്ത അക്കൗണ്ടുകൾ വഴിയാണ് ഇടപാടുകൾ നടത്തിയത്. ദേശസാൽകൃത ബാങ്കുകൾ വഴി ഈ പണം ഇടപാടുകൾ നടന്നതിന്റെ രേഖകളും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ തട്ടിപ്പിന് പുറകിൽ കൂടുതൽ പേര് ഉണ്ട് എന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളാണ് വി വിനോദ് നൽകിയത്.